നമസ്കാരം, ശ്രീ ബ്ലോഗാണ്. ഈ ലിവിങ് ടുഗദർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ താമസിക്കുന്ന ചില ടീമുകളുണ്ടല്ലോ. ഇപ്പം ഞാൻ കുറെ നാളുകൊണ്ട് ഞാൻ ഇത് അന്വേഷിക്കാൻ കാരണം നമുക്ക് വരുന്ന വീഡിയോസ് കൂടുതലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. 10-16 വർഷം കൂടെ താമസിച്ചിട്ട് മക്കളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെയോ ഭാര്യയോ ഉപേക്ഷിച്ചിട്ട് പുതിയൊരുത്തിയെ അല്ലെങ്കിൽ ഒരുത്തനെ കാണുമ്പോൾ ചാടിപ്പോകുന്നൊരു ടീമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം രജിസ്റ്റർ ചെയ്തില്ല അല്ലെങ്കിൽ ലീഗലി മാരേജ് അല്ല, അതുകൊണ്ട് എനിക്ക് കോടതിയിൽ പോകേണ്ട, നിയമമൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കും, നമുക്ക് ആരെയും ബോധിപ്പിക്കണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി മാങ്ങ പറിക്കാൻ പോകുന്ന ടീമുകളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ലീഗൽ രജിസ്റ്റർ ചെയ്തില്ല, നിങ്ങൾക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ തന്നെയും നിങ്ങൾ കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരു മതമായിക്കോട്ടെ, അവിടെ എവിടെയെങ്കിലും വെച്ചെടുക്കുന്ന ഒരു ഫോട്ടോ, അതായത് അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്പലത്തിൽ വെച്ചെടുക്കുന്ന ഫോട്ടോയോ, അതല്ല നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞുകൊണ്ട് മക്കളുണ്ടായി കഴിയുമ്പം സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ സ്കൂൾ രേഖയിൽ അച്ഛനും അമ്മയും എന്നും പറഞ്ഞുകൊണ്ട് 2 കോളമുണ്ട്, അവിടെ നിങ്ങൾ രണ്ടുപേരുടെയും പേരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അമ്പലത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ എവിടെ വെച്ചാണോ കല്യാണത്തിന്റെ ഫോട്ടോ കൊടുക്കുന്നത്, ഈ 2 പ്രൂഫ് മാത്രം മതി ഈ കോടതിയിൽ ഈ കേസ് സബ്മിറ്റ് ചെയ്യാൻ. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ബന്ധമൊഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, നിങ്ങൾക്ക് മറ്റൊരാളെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ നിന്ന് നിങ്ങൾ വിവാഹബന്ധം ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു ബന്ധത്തിലോട്ട് പോകാനും പറ്റത്തുള്ളൂ. അങ്ങനെ ബന്ധമൊഴിയാതെ നിങ്ങൾ മറ്റൊരു പുരുഷന്റെ കൂടെ മറ്റൊരു സ്ത്രീയുടെ കൂടെ തുള്ളിച്ചാടി പോവുകയാണെങ്കിൽ നിയമപരമായി നിങ്ങളുടെ പാർട്ട്ണറിന് പരാതി കൊടുക്കാം. സെക്ഷൻ 82 BNS പ്രകാരം നിങ്ങൾക്ക് കുറ്റം എടുക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം എനിക്ക് വരുന്ന വീഡിയോയിൽ കൂടുതലും ഇങ്ങനത്തെ കേസുകളുണ്ട്. കാരണം ഇവരൊക്കെ അറിയപ്പെടാത്തത് കൊണ്ടോ അല്ലെ അറിയാത്തത് കൊണ്ടോ പാവപ്പെട്ടവരായതുകൊണ്ടോ ആയിരിക്കും അവർ ഇന്നും കണ്ണീര് കുടിച്ച് ഒരു പാർട്ട്ണറെ തേടി ഇന്നും അലമുറിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ പറഞ്ഞ ചില ആളുകൾ ഇറങ്ങിപ്പോയതിന് ശേഷം അവരുടെ പുതിയ കാമുകനെ വെച്ചിട്ട് പഴയ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുന്ന കുറെ തെമ്മാടിച്ചുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോയ്ക്കകത്ത്. അതുകൊണ്ട് അവരും കൂടെ ഇത് കാണണം. അഹങ്കാരം ഒരുപാട് കാണിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുൻ ഭർത്താവ് കൊണ്ടുവന്നൊരു പരാതി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ഈ ചാട്ടം.